ഓം സുഷുമ്ന. എൻ്റെ പ്രിയപ്പെട്ട സുഷുമ്ന ക്രിയായോഗികളെ, നവരാത്രിയുടെ 5-ാം ദിവസം ദിവ്യമാതാവ് സ്കന്ദമാതാവായി പ്രത്യക്ഷപ്പെടുന്നു. സ്കന്ദൻ സുബ്രഹ്മണ്യൻ എന്നും അറിയപ്പെടുന്നു. ശിവൻ്റെയും ശക്തിയുടെയും പുത്രനാണ് സുബ്രഹ്മണ്യൻ. അവരുടെ സംയോജിത ശക്തിയുടെ മൂർത്തിഭാവമായി ജനിച്ച് ദിവ്യജനനിയുടെ ശക്തി തന്നിൽ വഹിക്കുന്നു. നിഷേധാത്മകതയ്ക്കെതിരായ വിജയത്തെ പ്രതിനിധീകരിക്കുന്ന സ്വർഗീയ ശക്തികളുടെ സേനാധിപതിയാണ് അദ്ദേഹം. നമ്മുടെ പരമഗുരുക്കന്മാരായ ശ്രീ ഭോഗസിദ്ധരും മഹാവതാർ ബാബാജിയും സുഷുമ്ന ക്രിയായോഗയുടെ പാതയിൽ അഗാധമായി തുടരുന്ന അന്വേഷകരെ സംരക്ഷിക്കുന്നതിന് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ടു. അതിനാൽ നമ്മൾ സ്കന്ദമാതാവിനെ ആരാധിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഗുരുക്കന്മാരെയും വണങ്ങുന്നു. സ്കന്ദ സഹാനുഭൂതിയുടെയും മാതൃസ്നേഹത്തിൻ്റെയും പ്രതീകമാണ്. ആർദ്രത, മര്യാദ, മനസ്സിലാക്കൽ എന്നിവയുടെ ഗുണങ്ങൾ ദേവി നമ്മെ പഠിപ്പിക്കുന്നു. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനൊപ്പം ഉണ്ടെന്ന് ചിന്തിക്കുക. ഒരു കുട്ടി ഇടറി വീഴുകയോ കരയുകയോ അമ്മയെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്തേക്കാം. അമ്മ തൻ്റെ ക്ഷമയോ സ്നേഹമോ ഉപേക്ഷിക്കുന്നില്ല. അമ്മ എപ്പോഴും മക്കളെ ശ്രദ്ധിക്കുകയും ആശ്വസിപ്പിക്കുകയും സഹാനുഭൂതിയോടും സ്നേഹത്തോടും കൂടി നയിക്കുകയും ചെയ്യുന്നു. ഇതാണ് സ്കന്ദമാതാവിൻ്റെ ഹൃദയം. വിധിയില്ലാത്ത കാരുണ്യം, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം, ചുറ്റുമുള്ളവരോട് മാത്രമല്ല നമ്മുടെ സ്വന്തം ഹൃദയത്തെയും ദിവ്യസ്നേഹത്തിൻ്റെ ഒരു പാത്രമാക്കി മാറ്റുന്നു. ദേവി സ്കന്ദമാത വിശുദ്ധി ചക്രത്തിൻ്റെ അഥവാ ഖണ്ഡത്തിൻ്റെ ഉണർവിനെ പ്രതിനിധീകരിക്കുന്നു. സഹാനുഭൂതിയിലൂടെ ഹൃദയവും ശബ്ദവും ഒത്തുചേരുന്നു. നമ്മുടെ സാന്നിധ്യം തന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാക്കി മാറ്റുന്നു. ദേവിയുടെ മാതൃസ്നേഹം നമ്മുടെ ഹൃദയത്തെ മൃദുവാക്കട്ടെ. ഭക്തിയോടെയും തുറന്ന മനസ്സോടെയും കീഴടങ്ങലോടെയും ഇരിക്കുക. ദിവ്യമാതാവിൻ്റെ സ്നേഹം നിങ്ങളിൽ ഒഴുകാൻ അനുവദിക്കുക. സഹാനുഭൂതി, ഐക്യം, ദിവ്യശക്തി എന്നിവ ഉണർത്തുക.